പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായി പങ്കുവെക്കുന്നത് നമ്മൾ വാഴവിത്ത് നടുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ കൃഷി വളരെ വിജയകരമാവണമെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, വിത്ത് തിരഞ്ഞെടുക്കുന്നവരും വിത്തിൻ്റെ പരിചരണവും. രണ്ടാമത്, മണ്ണൊരുക്കൽ, അത് നടാനുള്ള മണ്ണൊരുക്കൽ, അതായത് തടം വെട്ടലും അതിൻ്റെ മണ്ണൊരുക്കലും. ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും കൃഷിയിൽ നിന്നും മികച്ച ആദായം കിട്ടും. അപ്പോൾ സാധാരണഗതിയിൽ ഞാൻ വിത്തുകളൊക്കെ നല്ല കർഷകരിൽ നിന്നും മാതൃസസ്യത്തിൻ്റെ വിത്തുകൾ എടുത്താണ് നടാറുള്ളത്. എന്നാൽ കുറച്ചധികം സുഹൃത്തുക്കൾ എന്നോട് ആവശ്യപ്പെട്ടു. അവരെല്ലാം നഴ്സറികളിലാണ് വിത്ത് വാങ്ങിക്കുന്നത്. അങ്ങനെ വാങ്ങിക്കുന്ന വിത്തുകൾ നട്ട് അത് ചിലതൊക്കെ കിളിക്കാതിരിക്കുന്നുണ്ട്. ചില വിത്തുകളൊക്കെ വളരെ പെട്ടെന്ന് കേടുവന്ന് നശിച്ചു പോകുന്നുണ്ട്. ചിലതൊക്കെ കൊലയ്ക്കാറാവുന്നേ നശിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് നഴ്സറിയിൽ നിന്നും ഒക്കെ വാങ്ങിക്കുന്ന വിത്തുകൾ നമുക്ക് കൂടുതൽ പ്രയോജനപ്രദമാകുന്ന രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു വീഡിയോ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് പരിചയമുള്ള ഒരു നഴ്സറിയിൽ നിന്ന് ഇത് കപ്പവാഴയുടെ വിത്താണ്. കപ്പവാഴ, അതായത് ചെങ്കതളി, ചുവന്ന കായ്കളുണ്ടാകുന്ന ആ വാഴ, അതിൻ്റെ ഒരു 5 വിത്തുകൾ ഞാൻ ഇന്നലെ വാങ്ങിക്കുകയുണ്ടായി. അപ്പം 5 വിത്തുകൾ വാങ്ങിച്ച് ഞാൻ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ഞാൻ ചെയ്തത് ഈ വാഴവിത്തിലുണ്ടായിരുന്ന ഉണങ്ങിയിരുന്ന ആ പൊറ്റയും മണ്ണും എല്ലാം ഞാൻ ഇതുപോലെ നീക്കം ചെയ്ത് ഇന്ന് കളച്ചെടുത്ത ഒരു വിത്തിൻ്റെ കൂട്ടാക്കി ഞാൻ മാറ്റിയെടുത്തു. ഇന്ന് പിരിച്ചെടുത്ത ഒരു വിത്തിൻ്റെ കൂട്ടാക്കി ഞാൻ മാറ്റിയെടുത്തു. അങ്ങനെ ഈ 5 വിത്തും ഞാൻ അതുപോലെ ചെയ്തു. ഇത് നമുക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം എന്തിനാണ് ഇത് ഞാൻ ചെയ്തതെന്നൂടെ പറയാം. വാഴവിത്ത്, ലോറി കണക്കിന് വാഴവിത്തുകൾ തമിഴ്നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്നാണ് നഴ്സറികൾ കൊണ്ടു നടക്കുന്നത്. കാരണം കേരളത്തിലെ വിത്തുകളുടെ വിൽപ്പനയില്ല വലുതായിട്ട്. അപ്പോൾ ഇത് പിരിച്ചിടുന്നു. അപ്പോൾ ഈ വാഴവിത്ത് പിരിക്കുന്ന കേടായ വാഴയുടെ ചിലപ്പോൾ ഉണ്ടായിരിക്കാം, കുലച്ച വാഴ ഉണ്ടായിരിക്കാം, കുലയ്ക്കാത്ത വാഴ ഉണ്ടായിരിക്കാം. അങ്ങനെയൊക്കെയുള്ള വാഴകളുടെ വിത്താണ് ഈ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് ഇത് പിരിച്ചെടുക്കുന്നത്. അങ്ങനെ പിരിച്ചെടുത്ത് അവർ വെട്ടിക്കളഞ്ഞ് ചെറുതായിട്ടൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞ് മണ്ടയൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞാണ് കൊണ്ടുവന്നിരുന്നത്. അപ്പം പിരിച്ച് അവിടെ ഇട്ട 2-4 ദിവസം പിന്നെ ഈ കേരളത്തിൽ വന്ന കച്ചവടക്കാരുടെ അടുത്തെത്തുന്ന ദിവസങ്ങൾ. അപ്പോൾ ഇതിനിടയ്ക്ക് ഈ വിവിധ തരത്തിലുള്ള പ്രാണികൾ, ഉദാഹരണത്തിന് മണ്ടപ്പുഴു, അതുപോലെ തന്നെ തണ്ടുരപ്പം പുഴു, ഇങ്ങനെയൊക്കെയുള്ള ഈ പുഴുക്കൾ ചിത്രശലഭങ്ങളായിട്ട് മാറിയതിനു ശേഷം ഇതിനകത്തൊക്കെ വന്ന് മുട്ടയിടാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇതിൻ്റെ മാണത്തിലൊക്കെ മുട്ടയിട്ട് കിട്ടും. കാരണം അതിൻ്റെ വംശവർദ്ധനം നടത്തുന്നത് അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് വേണ്ട രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാതെ നമ്മൾ നടുകയാണെങ്കിൽ മുമ്പ് ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ടുള്ള പല കീടരോഗബാധകൾ വിത്തുകൾക്ക് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ വിത്ത് വാങ്ങിച്ചപ്പോൾ നല്ല ഭംഗിയായിട്ട് ഒരുക്കിയെടുത്ത് നോക്കിയത്. ഇതിപ്പോൾ പഴയ പൊറ്റകളൊന്നുമില്ല, പുതിയ രൂപത്തിൽ പുത്തനൊരു വിത്തായിട്ട് കണ്ടിച്ചെടുത്ത് ഒരുക്കിയെടുത്തു. ഈ 5 വിത്ത് ഞാൻ അങ്ങനെ ഇപ്പോൾ ഒരുക്കി വെച്ചേക്കുകയാണ്. ഇനി ഞാൻ ചെയ്തത് ഇത് നമുക്കറിയാവുന്ന ഒരു സാധനമാണ് സൂഡോമോണസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതൊരു മിത്ര ബാക്ടീരിയയാണ്. മിത്ര ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ഏതൊരു സസ്യത്തിൻ്റെയും വേരുകൾ വളരെ പെട്ടെന്ന് ഉണ്ടാകാൻ സഹായിക്കുന്ന ഒരു ബാക്ടീരിയ എന്ന് മാത്രമല്ല, പെട്ടെന്ന് അതിൻ്റെ ചുവട്ടിൽ നിന്നും വളവും വെള്ളവും ലവണങ്ങളും ഒക്കെ വലിച്ചെടുക്കാൻ വേരിനെ പ്രാപ്തമാക്കുന്ന ഒരു ബാക്ടീരിയ. ഇത് പെറ്റുപെരുകാൻ കഴിവുള്ള ഒരു ബാക്ടീരിയയാണ്. അപ്പോൾ ഇത് ചെയ്യേണ്ടത് 1 ലിറ്റർ വെള്ളത്തിനകത്ത് 5 ഗ്രാം ഈ പൊടി, ഇത് ഒരു പൊടിയാണ്. ഈ പൊടി ഇട്ട് നല്ല ഭംഗിയായിട്ട് കലക്കി യോജിപ്പിച്ച് അതാണ് സസ്യങ്ങൾക്കൊക്കെ നമ്മൾ തളിച്ചു കൊടുക്കുകയോ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ചെയ്യുന്നത്. എന്നാൽ വാഴവിത്തിന് ഞാൻ ചെയ്യുന്നതും അതുപോലെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഇത് വെറും പച്ചവെള്ളം എടുത്തിട്ടുണ്ട്. ഒരു 2-3 ലിറ്റർ പച്ചവെള്ളം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഈ പച്ചവെള്ളത്തിനകത്ത് ഒരു 5 ml പൊടി ഞാൻ ഉദ്ദേശം ഇടാൻ പോവുകയാണ്. 5 ml പൊടി ഞാൻ ഇട്ടു. അപ്പോൾ വാഴവിത്തിനാവുന്നുണ്ടെങ്കിൽ 5 ml എന്നുള്ളത് അല്പം കൂടിപ്പോയെന്ന് വിചാരിച്ച് കുഴപ്പമില്ല, കുറഞ്ഞു പോയെന്നേ ഉള്ളൂ. കൂടിപ്പോയെന്ന് വിചാരിച്ച് കുഴപ്പമില്ല. വിത്തുകൾ നനയ്ക്കാൻ അല്പം കൂടിപ്പോയെന്ന് കുഴപ്പമില്ല. 5 ml എന്ന് പറയുന്നത് ഒരു സ്പൂണാണ്. 5 മില്ലിഗ്രാം എന്നൊക്കെ പറയുന്നത് ഒരു സ്പൂൺ. അപ്പോൾ വാഴവിത്തിന് 2 സ്പൂൺ ആയാലും കുഴപ്പമില്ല, 3 സ്പൂൺ ആയാലും കുഴപ്പമില്ല. നാളെ വാഴവിത്തിൻ്റെ എണ്ണം അനുസരിച്ച് കൂടുതൽ വെള്ളം വേണം നമ്മൾ കലക്കുക. അപ്പോൾ ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ കലക്കി ലായനിയാക്കിയതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
ഒരു കാരണവശാലും സൂഡോമോണസിൻ്റെ പൊടി, ഈ സൂഡോമോണസിൻ്റെ പൊടിയോ ഇതിൻ്റെ വെള്ളമോ നമ്മുടെ കൈകളിലൊക്കെ പറ്റിയിരുന്ന് ഇരിക്കാൻ ഇടയാവരുത്. അങ്ങനെ പറ്റിയിരുന്നാൽ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ചെവിയിലും മൂക്കിലും ഒക്കെ ചൊറിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ബാക്ടീരിയ അവിടെ പറ്റിപ്പിടിക്കുകയും അവിടെ ഇരുന്ന് വളർന്ന് വലുതാവുകയും പെറ്റുവരികയൊക്കെ ചെയ്ത് നമ്മുടെ ശ്വാസകോശത്തെയും ചില ശ്വാസകോശ രോഗങ്ങൾ ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ സൂഡോമോണസ് ലായനി ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് ഒന്നുകിൽ കറ്റാർവാഴയുടെ ലായനി തേച്ച് പിടിപ്പിക്കും കയ്യിലും മുഖത്തുമൊക്കെ. അതല്ലെങ്കിൽ കയ്യുറ ഞാൻ എന്താണ്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ കയ്യുറ ഇട്ടുകൊണ്ടാണ് ഞാൻ ഈ ലായനിക്കകത്ത് ഇത് മുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കയ്യുറ ഇട്ടതിന് ശേഷം നമ്മൾ ഇത് ഭംഗിയായിട്ട് ലയിപ്പിച്ച് ചേർത്ത് നോക്കിയാൽ സൂഡോമോണസ് ലായനി വെള്ളത്തിൽ നമ്മൾ ലയിപ്പിച്ചതിന് ശേഷം ഇനി ചെയ്യുന്നത് ഈ വിത്ത് മുക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 5 വിത്തുകൾ ഞാൻ സൂഡോമോണസ് ലായനിക്കകത്ത് മുക്കിയതിന് ശേഷം വെച്ചിരിക്കുന്നത് ഇത് തണലത്താണ്. യാതൊരു കാരണവശാലും വെയിലത്ത് വെക്കരുത്. സൂഡോമോണസ് ലായനിയിൽ മുക്കിയതിന് ശേഷം നമ്മൾ തണലത്ത് വെക്കുക. 24 മണിക്കൂർ തണലത്ത് വെക്കുക. അങ്ങനെ ഇത് പറ്റിപ്പിടിക്കും. ഈ വെള്ളമൊക്കെ ഇത് പറ്റിപ്പിടിച്ചതിന് ശേഷം ഈ തൊട്ട് അടുത്ത ദിവസം മാത്രമേ വാഴവിത്തുകൾ നടാവൂ. അപ്പോൾ ഈ കപ്പവാഴയുടെ നടീൽ രീതി ഞാൻ എങ്ങനെയാണ് കപ്പവാഴ നടുന്നതെന്നും അത് ഞാൻ എങ്ങനെയൊക്കെയാണ് തടങ്ങൾ വെട്ടുന്നതെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ അടുത്ത ദിവസം നാളെ ഞാൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് ആ വീഡിയോ പങ്കുവയ്ക്കുന്നതാണ്. അപ്പോൾ പ്രിയമുള്ളവർ, ഇത്തരത്തിലുള്ള കൃഷിക്കാഴ്ചകൾ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന കൃഷി രീതികൾ മനസ്സിലാക്കാനും അത് സമാന ചിന്താഗതിയുള്ളവരിലേക്ക് എത്തിക്കാനും ഒക്കെ താല്പര്യമെങ്കിൽ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ഇന്ന വീഡിയോകൾ ആദ്യമേ വന്ന് കാണുകയും വേണ്ടത്ര പ്രോത്സാഹനങ്ങളും ഒക്കെ തരികയും ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഞാൻ ഹൃദ്യമായി നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.